ഒരു സീബ്രയെ പോലെ റോഡിന് കുറുകെ വരച്ചിരിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള വരകളുള്ള ക്രോസിംഗ് ആണ് സീബ്ര ക്രോസിംഗ്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ സുരക്ഷിതമായ സ്ഥലമാണിത്. റോഡ് മുറിച്ച് കടക്കുമ്പോൾ ആദ്യം വാഹനങ്ങൾക്ക് നിങ്ങളെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരിക്കലും പെട്ടെന്ന് കുറുകെ ചാടരുത്. ഇത് വളരെ അപകടകരമാണ്. മഴക്കാലത്ത് റോഡുകൾ വഴുവഴുപ്പുള്ളതായിരിക്കും. വാഹനങ്ങൾക്ക് നിർത്താൻ അധിക സമയം ആവശ്യമാണ്. അതിനാൽ ക്ഷമയോടെ ഇരിക്കുക. ഇരുവശത്തും നിന്നുള്ള വാഹനങ്ങൾ നിർത്തുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഇല്ലാതായിരിക്കുമ്പോൾ മാത്രം കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രോസിങ്ങിനടുത്ത് കാൽനടക്കാർ നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഡ്രൈവർ വാഹനം നിർത്തേണ്ടതില്ല. എന്നാൽ ക്രോസിങ്ങിൽ കാൽനടക്കാർ കാല് കുത്തിക്കഴിഞ്ഞാൽ വാഹനം നിർത്തണം. അതാണ് നിയമം. ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും ജാഗ്രത പാലിക്കുക. ശ്രദ്ധിക്കുക, ചില ഡ്രൈവർമാർ നിർത്തിയ വാഹനങ്ങളെ മറികടക്കാൻ ശ്രമിച്ചേക്കാം. സീബ്ര ക്രോസിങ്ങുകളിൽ ഇരുവശത്തും മിന്നുന്ന ആംബർ ബീക്കണുകളുണ്ട്. അത് എപ്പോഴും മിന്നിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ട്രാഫിക് ഐലൻഡ് ഉണ്ടെങ്കിൽ അത് 2 വ്യത്യസ്ത ക്രോസിങ്ങുകളായി കണക്കാക്കും. ഇവിടെ 2 പ്രാവശ്യം വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ഇനി ഈ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നോക്കാം. യു ആർ ഡ്രൈവിംഗ് ടുവേർഡ്സ് എ സീബ്ര ക്രോസിംഗ്. വാട്ട് ഷുഡ് യു ഡു ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ ഈസ് വെയിറ്റിംഗ് ടു ക്രോസ്. നിങ്ങൾ സീബ്ര ക്രോസിങ്ങിലോട്ട് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീൽ ചെയറിൽ ഒരു മനുഷ്യൻ ക്രോസ് ചെയ്യാൻ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം, ബി പ്രിപ്പയർഡ് ടു സ്റ്റോപ്പ്, അതായത് നിർത്താൻ തയ്യാറായിരിക്കുക. അടുത്ത ചോദ്യം, യു ആർ ഹാവിംഗ് ഡിഫിക്കൽറ്റി ഫൈൻഡിങ് എ പാർക്കിംഗ് സ്പേസ് ഇൻ എ ബിസി ടൗൺ. ക്യാൻ യു പാർക്ക് ഓൺ ഇൻ ദ സിഗ്സാഗ് ലൈൻസ് ഓഫ് ദ സീബ്ര ക്രോസിംഗ്. നമുക്കൊരു തിരക്കേറിയ ടൗണിൽ പാർക്കിങ്ങിൻ്റെ സ്ഥലം ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ നമുക്ക് സിഗ്സാഗ് ലൈൻ സീബ്ര ക്രോസിങ്ങിൽ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ പാർക്ക് ചെയ്യാമോ എന്നാണ് ചോദ്യം. ഉത്തരം, നോ, നോട്ട് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. ഒരു സാഹചര്യത്തിലും നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള അനുവാദമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്